ഇരിക്കുന്നു നേതാക്കളടക്കം പ്രതികരിച്ചേക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് ജെയിംസ്. വലിയ രീതിയിൽ ബി.ജെ.പിയിൽ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥിന്റെ ഈ ഒരു വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബി.ജെ.പിയിലേക്ക് ആളെ കൊണ്ടുവരേണ്ടത് ദല്ലാളുമാരെ വച്ചല്ല, കളങ്കിയുടെ കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല. നരേന്ദ്രമോദിയിൽ ആകർഷകരായാണ് ബി.ജെ.പിയിലേക്ക് ആളുകൾ എത്തേണ്ടത്, അല്ലാതെ ഇതുവഴി അല്ലെങ്കിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിച്ചല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ശോഭാ സുരേന്ദ്രനും പണി കിട്ടി തുടങ്ങി ബി ജെ പിയിൽ. ഒന്നാമത് ശോഭാ സുരേന്ദ്രന് അത്ര ദഹിക്കാത്ത ഒരു സംസ്ഥാന നേതൃത്വമാണ് ബി ജെ പിയിലുള്ളത്. അത് നേരത്തെ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പം ശോഭാ സുരേന്ദ്രന് പണി കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം സംസ്ഥാനത്തിൻ്റെ ആൾക്കാർ തന്നെ ശോഭയ്ക്കെതിരെ പ്രശ്നങ്ങളായി തുടങ്ങി. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദല്ലാളുമാരുമായിട്ട് കൂട്ടുചേർന്ന് പാർട്ടിക്ക് ആളിനെ കൂട്ടുണ്ടാവും. ന്യായമായ കാര്യം. നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ ആകർഷകരായി വരുന്നവർ വന്നാൽ മതി, അല്ലെങ്കിൽ ജാവദേക്കർ പോയി കണ്ടോളും. അത് വേറെ കാര്യം. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഒരു കാരണവശാലും ദഹിക്കുന്ന ലെവലിലല്ല കാര്യം. കാരണം അവർ ആവശ്യമില്ലാത്തടത്ത് കയറി വെട്ടിത്തുറന്ന് പറയുകയും ഈ ദല്ലാൾ അവരെ വാരി തേച്ചോണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ബി ജെ പിക്ക് കൂടെ അത് കളങ്കമായി തുടങ്ങിയെന്നാണ് പ്രവർത്തകർ പറയുന്നതും. അതുപോലെ നേതാക്കൾ പതുക്കെ തിരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെതിരെ. ശോഭാ സുരേന്ദ്രൻ ഒന്ന് ആലോചിക്കണമായിരുന്നു. ഈ ആലപ്പുഴ തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാ സുരേന്ദ്രന് അനാവശ്യ വിവാദങ്ങൾ വിളിച്ച് നടത്തേണ്ട കാര്യമില്ലായിരുന്നു. അവനവൻ്റെ നാക്കാണ് ശത്രു എന്ന് പലപ്പോഴും പഴയ ആൾക്കാർ പറയില്ലേ. നാക്ക് തന്നെയാണ് ശത്രുവാക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അത് തന്നെയാണ്. അവർ ഭയങ്കരമായിട്ട് പ്രതികരിക്കും പെട്ടെന്ന്. ആ പ്രതികരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പൊതുവേ ബി ജെ പിയിൽ അവർക്ക് അവരെ ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്ക് പ്രസിഡൻ്റ് ആവാനൊക്കെ മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പരിഗണന അവർക്ക് കൊടുത്തില്ല. പ്രത്യേകിച്ചും സുരേന്ദ്രനും വി മുരളീധരനും. ആ പരിഗണന കിട്ടാതിരിക്കുന്ന ഒരു സമയത്താണ് പിന്നെ കേന്ദ്രത്തിൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ചും ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു ശക്തമായ ഒരു ലേഡിയാണ്. അപ്പോൾ അവർക്കൊരു സീറ്റ് കൊടുത്തത് അത് ആലപ്പുഴ ഇളക്കി മറിച്ച് നല്ല രീതിയിൽ വോട്ടും കിട്ടും, ജയിക്കില്ലെങ്കിലും. പക്ഷേ എങ്കിലും ഈ പറഞ്ഞനക്ക് അതിൻ്റെ ഇടയ്ക്ക് ഈ നാക്കിൽ വന്ന ഗുളികനാണ് ശോഭാ സുരേന്ദ്രനും ബി ജെ പി ആയിട്ട് വീണ്ടും ഉടക്കിലേക്ക് പോകുന്നത്. ഇതിനെയൊന്നും രക്ഷിക്കാനൊന്നും ആരും ചിലപ്പം വന്ന് നിൽക്കത്തില്ല. ഒരു പരിഹാരമാർഗം ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ദേശീയ പാർട്ടിയായ ബി ജെ പിക്ക് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ വന്ന് ഈ നന്ദകുമാറിൻ്റെ വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒന്നും പറയാനില്ലാത്തൊരു കണ്ടീഷനിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ശോഭാ സുരേന്ദ്രൻ സൂക്ഷിച്ച് ഇടപെടുക, അത്ര തന്നെ.